വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന വൈദ്യുതി ബോർഡിന്റെ നയങ്ങൾക്കെതിരെ ഫെബ്രുവരി 5 വരെ സമരപരിപാടികൾ തുടരുമെന്ന് സിഒഎ ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുത്തകകൾക്ക് അനുകൂലമായ നിലപാടുകളാണ് ബോർഡിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും അവർ ആരോപിച്ചു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വൈദ്യുതി ബോർഡിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ജനുവരി 31 കരിദിനം ആചരിച്ചിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഡിവിഷണൽ ഓഫീസുകളിലേക്കുള്ള മാർച്ചും ധർണയും തുടരുമെന്നാണ് സിഒഎ ഭാരവാഹികൾ അറിയിച്ചത്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെമ്പാടും ജനുവരി 31 മുതൽ ഫെബ്രുവരി 5 എല്ലാ ജില്ലാ ഡിവിഷനിൽ KCB ഡിവിഷനിലേക്കും മാർച്ചും ധർണയും നടത്തുന്നതിനെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. ജനുവരി 31 കരിദിനമായി ഞങ്ങൾ ആചരിച്ചു. ഇതിനാധാരമായ വിഷയം ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ വല്ലാതെ ദ്രോഹിക്കുന്ന നടപടികളുമായിട്ടാണ് KCB ബോർഡ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ പ്രവർത്തനം കൃത്യമായി നടത്തുന്ന, അതിനുവേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തനം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത്. ആ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഞങ്ങളുടെ സ്ഥാപനത്തെ, ഞങ്ങളുടെ നെറ്റ്വർക്കുകളെ ഇല്ലാതാക്കിക്കൊണ്ട് കുത്തകകൾക്ക് കടന്നു വരാനുള്ള വലിയ സാഹചര്യം സൃഷ്ടിക്കുന്ന നിലപാടാണ് KCB ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വൈദ്യുതി പോസ്റ്റുകൾക്ക് ഈടാക്കുന്ന അമിത വാടക, ഒരു കണക്ഷൻ നൽകുമ്പോൾ വേണ്ടിവരുന്ന എല്ലാ കേബിളുകളും എണ്ണി പ്രത്യേകം ചാർജ് ഈടാക്കുന്ന രീതി, ഇതൊക്കെ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് സിഒഎ ഭാരവാഹികൾ പറഞ്ഞു. മാധ്യമ പ്രവർത്തനം കൂടി നടത്തുന്ന കേബിൾ ടി വിക്കാരെ തകർക്കാനുള്ള ശ്രമം അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവർ വ്യക്തമാക്കി. ഇന്റർനെറ്റ് സംവിധാനം എല്ലാ വീടുകളിലും എത്തിക്കാനുള്ള സർക്കാർ ശ്രമത്തിന്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്നതാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നയമെന്നും സിഒഎ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപറമ്പിൽ, സംസ്ഥാന കമ്മിറ്റി അംഗം MO ലതീഷ് കുമാർ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് G സുരേഷ് ബാബു, സെക്രട്ടറി S ഷിബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് ശതമാനം കുറഞ്ഞ ബൂത്തുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ആലപ്പുഴ കളക്ടറേറ്റിലെത്തിയതായിരുന്നു അദ്ദേഹം. പരമാവധി ആളുകളെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാക്കുന്നതിനുള്ള നടപടിയെടുക്കാനും സഞ്ജയ് കൗൾ നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെ എത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളിനെ ജില്ലാ കളക്ടർ ജോൺ V സാമുവലും മറ്റുദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. EROമാർ, വിവിധ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ CEO വിശദീകരിച്ചു. BLOമാർ ഇലക്ടറൽ റോൾ കൃത്യമായി പരിശോധിച്ച് ഭൗതിക പരിശോധന പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർ വഴി ലഭ്യമാക്കണം. ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളായ ആലപ്പുഴ, മാവേലിക്കര എന്നിവിടങ്ങളിലെ ബൂത്തുകളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സെൻസിറ്റീവ് ക്രിട്ടിക്കൽ ബൂത്തുകളുടെ തൽസ്ഥിതി പരിശോധിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭവന സന്ദർശനം നടത്തി ഇലക്ടറൽ റോളിന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനൊപ്പം ഈ കാര്യം EROമാർ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും വേണം. വീഴ്ച വരുത്തുന്ന BLOമാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടറോട് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടർ ജോൺ V സാമുവലിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. ചേംബറിൽ നടന്ന യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, ADM S സന്തോഷ് കുമാർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ GS രാധേഷ്, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നെൽകർഷകർക്ക് ആവശ്യമായ യൂറിയ വളത്തിന് കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കാൻ ചില കമ്പനികൾ ശ്രമിക്കുകയാണെന്ന് കേരള കർഷക സംഘം കുട്ടനാട് ഏരിയ പ്രസിഡന്റ് PV രാമഭദ്രൻ. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്ക് ഇപ്പോൾ 2ാം വളവും ചില സ്ഥലങ്ങളിൽ 3ാം വളവും ഇട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ 2ാം വളത്തിനും 3ാം വളത്തിനും കൃഷിക്കാർ പ്രധാനമായും ഉപയോഗിക്കുന്ന യൂറിയ എന്ന് പറയുന്ന വളത്തിന് ഒരു കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൃഷിക്കാർ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. യൂറിയ ലഭിക്കണമെങ്കിൽ IPL പോലെ തന്നെ IFFCO തുടങ്ങിയ കമ്പനികൾ അവർ ഉത്പാദിപ്പിക്കുന്ന കൃഷിക്കാർക്ക് ആവശ്യമില്ലാത്ത വളങ്ങൾ കൂടി എടുത്തെങ്കിലേ യൂറിയ കൊടുക്കൂ എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കൃഷിക്കാരെ വലിയ ബുദ്ധിമുട്ടിലാണ്. കൃഷിക്കാരെ മാത്രമല്ല, സഹകരണ സംഘങ്ങളെയും വലിയ നിലയിൽ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഈ
ഇവരുടെ നടപടി. കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്ക് 2ഉം 3ഉം വളങ്ങൾ പ്രയോഗിക്കേണ്ട സമയമാണിപ്പോൾ. അതിന് യൂറിയ അത്യാവശ്യവുമാണ്. എന്നാൽ പലപ്പോഴും കർഷകർക്ക് യൂറിയ കിട്ടാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. യൂറിയ വിതരണക്കാരായ ഇഫ്കോ, ഇന്ത്യൻ പൊട്ടാഷ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾ യൂറിയ നൽകണമെങ്കിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്നതും കർഷകർക്ക് ആവശ്യമില്ലാത്തതുമായ മറ്റു കൂട്ടുവളങ്ങൾ കൂടി വാങ്ങിക്കണം എന്ന നിബന്ധനയാണ് വയ്ക്കുന്നത്. ഇത് കർഷകരെയും വളം വാങ്ങിവയ്ക്കുന്ന സഹകരണ സംഘങ്ങളെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് PV രാമഭദ്രൻ പറഞ്ഞു. ഇപ്പോൾ തന്നെ വളത്തിൻ്റെ കിട്ടാൻ വേണ്ടി ഇപ്പോൾ പല കമ്പനികളും പല സഹകരണ ബാങ്കുകളിലും ചെന്ന് കഴിഞ്ഞാൽ, സൊസൈറ്റികളിലും ചെന്ന് കഴിഞ്ഞാൽ വളം കിട്ടുന്നില്ല. സൊസൈറ്റിക്കാർ ഇവരെ പിടിച്ചേൽപ്പിക്കുന്ന മറ്റു വളങ്ങൾ കൂടി എടുക്കണമെന്നുള്ള ചില നിർബന്ധം പിടിക്കുന്നതുകൊണ്ട് കൃഷിക്കാർ ഇവരുമായി എപ്പോഴും വലിയ അഭിപ്രായ വ്യത്യാസം, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ട് കൃഷിക്കാർക്ക് കൃഷി ഇറക്കുന്നതിനാവശ്യമായ കുട്ടനാട്ടിലെ കൃഷിക്കാർ പ്രധാനമായും ഉപയോഗിക്കുന്ന ഫാക്ടംഫോസും പൊട്ടാഷ്യം യൂറിയയും ഈ വളങ്ങൾ ആവശ്യത്തിന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള കർഷക സംഘത്തിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. യൂറിയ വളം പാടത്ത് പ്രയോഗിക്കാൻ കഴിയാത്തതിൽ പല കർഷകരും പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ, അതായത് കർഷകർക്ക് ആവശ്യമായ വളം മാത്രം ലഭ്യമാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും PV രാമഭദ്രൻ ആവശ്യപ്പെട്ടു. മങ്കൊമ്പിൽ KCB ന്യൂസ് പ്രതിനിധിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട് താലൂക്ക് കർഷക തൊഴിലാളി യൂണിയൻ BKMU മണ്ഡലം പ്രവർത്തക യോഗം ബുധനാഴ്ച മങ്കൊമ്പിൽ ചേർന്നു. കർഷക തൊഴിലാളി സംഘടനയുടെ കേരളത്തിലെ സ്ഥാപക നേതാവ് SK ദാസിന്റെ 29ാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനവും ഇതോടൊപ്പം നടത്തി. CPI മണ്ഡലം കമ്മിറ്റി ഓഫീസിലെ KD മോഹനൻ സ്മാരക ഹാളിൽ ചേർന്ന പ്രവർത്തക യോഗം പാർട്ടി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ലോക പട്ടിണി സൂചിക അത് തയ്യാറാക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കുമുള്ള ഒരേ സൂചികകളാണ് അതിനുവേണ്ടി തയ്യാറാക്കുന്നത്. അത് ഒരു വർഷം മാറ്റി പിന്നെ അടുത്ത വർഷം വേറെണ്ണം ചേർക്കാറില്ല, സ്ഥിരമായൊരു പാറ്റേണാണ്. അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യം 111 സ്ഥാനത്ത് നിൽക്കുകയാണ്. മുമ്പ് 107 ആയിരുന്നു, പിന്നീട് ഇപ്പോൾ 111 സ്ഥാനത്തായി. മാധ്യമ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം പുറകോട്ട് പോയി. ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം പുറകോട്ട് പോയി. പത്രസ്വാതന്ത്ര്യം അതിലും നമ്മുടെ രാജ്യം പുറകോട്ട് പോയി. ലോകത്ത് ഏത് തരത്തിലുള്ള സർവേകൾ നടക്കുന്നോ അതിനകത്തെല്ലാം പിന്നിൽ പോകുകയാണ്. ഞാൻ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കണമെങ്കിലോ 15 ലക്ഷം രൂപ വിദേശ രാജ്യങ്ങളിലുള്ളത് തിരികെ പിടിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തരൂ എന്നുള്ള വാഗ്ദാനം. BKMU കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് MP വിശ്വംഭരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി R അനിൽകുമാർ SK ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല കാലത്ത്. തൊട്ടുകൂടാത്തവർ, വീട്ടിൽക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ള, തൊട്ടുകൂടാനും വീട്ടിൽക്കൂടാനും പാടില്ലാത്തവർ, നേരം കണ്ടാൽ ദോഷമുള്ള കാലഘട്ടത്തിലേക്ക് ഒരു മനുഷ്യൻ ജീവിച്ചു. ഇതെല്ലാം എൻ്റെ വിധിയാണ്, ദൈവനിശ്ചയമാണ്, ദൈവനിയോഗമാണ്. ഇതെല്ലാം അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ് എന്ന് കരുതിക്കൊള്ളുന്നവരുണ്ട്. BKMU മണ്ഡലം സെക്രട്ടറി B ലാലി, നേതാക്കളായ TD സുശീലൻ, KV ജയപ്രകാശ്, R രാജേന്ദ്രകുമാർ, സാറാമ തങ്കപ്പൻ, അമ്മിണി ചാക്കോ, S സാബു, M സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പക്ഷിപ്പനിയെ തുടർന്ന് കൊന്നൊടുക്കിയ താറാവുകളുടെ നഷ്ടപരിഹാരം ലഭിച്ചില്ല. ആലപ്പുഴയിൽ നിരവധി താറാവ് കർഷകർ പ്രതിസന്ധിയിൽ. 1.5 വർഷം മുമ്പ് പക്ഷിപ്പനിയെ തുടർന്ന് സർക്കാർ നിർദ്ദേശപ്രകാരം മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് താറാവുകളെ കൊന്നൊടുക്കിയത്. 60 ദിവസം പ്രായമായ താറാവുകൾക്ക് 200-ഉം അതിന് താഴെ പ്രായമായ താറാവുകൾക്ക് 100 രൂപയുമാണ് സർക്കാർ കർഷകർക്ക് നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ചത്. ആലപ്പുഴ ജില്ലയിൽ 100 കണക്കിന് കർഷകരുടെ ലക്ഷക്കണക്കിന് താറാവുകളെയാണ് പക്ഷിപ്പനി ബാധയെ തുടർന്ന് കൊന്നൊടുക്കിയത്. ഇതിൽ ഏതാനും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകിയിരുന്നു. എന്നാൽ ഭൂരിഭാഗം കർഷകർക്കും 1.5 വർഷം പിന്നിട്ടിട്ടും നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നാണ് ആരോപണം. പക്ഷിപ്പനിയെ തുടർന്ന് നിരവധി താറാവുകൾ ചത്തതുകൂടാതെയാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ താറാവുകളെ കൊന്നൊടുക്കുകയും ചെയ്തത്. ഈ രീതിയിൽ കൊന്നൊടുക്കിയ താറാവുകളുടെ നഷ്ടപരിഹാരം നൽകാൻ മാത്രമാണ് സർക്കാർ തീരുമാനമുള്ളത്. രോഗം ബാധിച്ച് ചത്ത താറാവുകളുടെ നഷ്ടപരിഹാരം കർഷകർക്ക് ലഭിക്കില്ല. 1.5 വർഷം മുമ്പ് താറാവൊന്നിന് 23 രൂപ 50 പൈസ നിരക്കിലാണ് ഹാച്ചറികളിൽ നിന്ന് കർഷകർ വാങ്ങിയത്. 1 ദിവസം പ്രായമായ താറാവിനും ഈ വിലയായിരുന്നു. ഈ വിലയ്ക്ക് വാങ്ങിയ ആയിരക്കണക്കിന് താറാവുകളാണ് പക്ഷിപ്പനി മൂലം ചത്തത്.
മിക്ക കർഷകരും സ്വർണം പണയം വെച്ചും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കൂടിയ പലിശയ്ക്ക് പണമെടുത്തുമാണ് താറാവ് കൃഷി ചെയ്തത്. നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ മിക്ക കർഷകരും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ്. കേന്ദ്രവിഹിതം ലഭ്യമായെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാന വിഹിതം ലഭിക്കാത്തതാണ് നഷ്ടപരിഹാര വിതരണം വൈകാൻ കാരണമെന്നും പറയുന്നു. തങ്ങൾക്ക് ലഭിക്കാനുള്ള പണം ആവശ്യപ്പെട്ട് കർഷകർ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ലക്ഷങ്ങൾ നഷ്ടപരിഹാരം കിട്ടാനുണ്ടെങ്കിലും വീണ്ടും പലിശയ്ക്ക് പണമെടുത്ത് കൃഷി നടത്തുകയാണ് കർഷകർ. കുറിച്ചിയിൽ സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണാ സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഡെന്നിസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സമരത്തിന്റെ രൂപം മാറും, രൂപം മാറും, ഭാവം മാറും, ഭാവം മാറും, കോലം മാറും. മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ജിയോ എബ്രഹാം അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബെറ്റി ടോജോ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കോയിപ്പുറം, മണ്ഡലം പ്രസിഡന്റ് അരുൺ ബാബു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജഗോപാൽ, TS സാബു, വിഷ്ണു പങ്കജാക്ഷൻ, അജിത് കുമാർ, പ്രഭാകരൻ വലിയ വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ ഇതിനു മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സ്വജനപക്ഷപാതം, അഴിമതി ഭരണം, അഴിമതിയും ധൂർത്തുകൊണ്ട് സ്വന്തം കീശ വീർപ്പിക്കുന്ന മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും നീണ്ട നിരയാണ് കേരള സംസ്ഥാനത്ത് ഇന്ന് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വില്ലേജ് ഓഫീസിന്റെ ചരിത്രം നമുക്ക് ആനുകാലികമായ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു മാതൃകാ വില്ലേജ് ഓഫീസായി പ്രഖ്യാപിക്കപ്പെട്ട വില്ലേജ് ഓഫീസാണ് കുറിച്ചി വില്ലേജ് ഓഫീസ്. അത് മാതൃകാ വില്ലേജ് ഓഫീസായി പ്രഖ്യാപിക്കപ്പെടണമെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ഭരണം, അവിടെ നടന്നിട്ടുള്ള സേവനങ്ങൾ, അവിടെ നടന്നിട്ടുള്ള ജനോപകാരപ്രദങ്ങളായ പരിപാടികൾ വിലയിരുത്തിക്കൊണ്ടാവണം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത്തരമൊരു വില്ലേജ് ഓഫീസിനാണ് ഈ രീതിയിലുള്ള ഒരു ദുരന്തം അനുഭവിച്ചിട്ടുള്ളത്. ചെറുകര SNDP UP സ്കൂളിന്റെ 86ാമത് വാർഷികം ഫെബ്രുവരി 1-2 തീയതികളിലായി ആഘോഷിക്കുന്നു. നിറച്ചാർത്ത് 2024 എന്ന പേരിലാണ് പരിപാടി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വ്യാഴാഴ്ച രാവിലെ 9:30 ആരംഭിച്ച വാർഷിക സമ്മേളനം നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇതുപോലുള്ള ഒരു വാർഷിക ആഘോഷം നടത്തുമ്പോൾ അത്യാവശ്യം സാംസ്കാരിക സമ്മേളനങ്ങൾ ചേരാറുണ്ട്. ആ സാംസ്കാരിക സമ്മേളനങ്ങൾ ചേരുമ്പോൾ ഈ സത്യാനന്തര കാലഘട്ടത്തിൽ, ആ സത്യാനന്തര കാലത്തോടൊപ്പം ഈ വർത്തമാന കാലത്തെക്കുറിച്ച് നമ്മൾ വളർന്നു വരുന്ന തലമുറ, ആ തലമുറയ്ക്ക് വേണ്ട എല്ലാവിധ പ്രചോദനം കൊടുക്കേണ്ട മാതാപിതാക്കന്മാരും, ആ മാതാപിതാക്കന്മാരും ഈ സമൂഹവും ഇവിടുത്തെ അല്ലെങ്കിൽ നമ്മളോട് കൂടെ ചേരേണ്ട നമ്മുടെ ജീവിത മൂല്യങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാകാതിരിക്കേണ്ടതാണ്. ആ ജീവിത മൂല്യങ്ങൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് നമ്മൾ ഈ 86ാമത് സ്കൂൾ വാർഷികം ഈ നമ്മുടെ കൊച്ചുകുട്ടികൾ ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് KR അനീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ ശിവദാസ് ആതിര മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ് മിസ്റ്റസ് M പ്രവീണ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയലക്ഷ്മി ശശിധരൻ, സ്റ്റാഫ് സെക്രട്ടറി M അനിത, SNDP ശാഖായോഗം വൈസ് പ്രസിഡന്റ് D അനിൽകുമാർ, MBTA പ്രസിഡന്റ് ദീപ റജി, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. യുവ സാഹിത്യകാരൻ ദേവലാൽ ചെറുകര, യുവ കർഷകൻ കലേഷ് കമൽ എന്നിവരെ ശാഖായോഗം സെക്രട്ടറി CK അജീഷ് കുമാർ ചടങ്ങിൽ ആദരിച്ചു. എൻഡോവ്മെന്റ് വിതരണവും വിജയികൾക്കുള്ള അനുമോദനങ്ങളും പരിപാടിയുടെ ഭാഗമായി നടത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ നിറച്ചാർത്ത് 2024 വെള്ളിയാഴ്ച 9:30 മുതൽ തുടരും. കേന്ദ്ര ഇടക്കാല ബജറ്റിൽ കാർഷിക മേഖലയെ അവഗണിച്ചെന്ന് കേരള കർഷക യൂണിയൻ ജേക്കബ് വിഭാഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് നൈനാൻ തോമസ് മുളപ്പാൻമട. നെൽകർഷകരെയും റബ്ബർ കർഷകരെയും കേന്ദ്ര സർക്കാർ തഴഞ്ഞെന്നും നൈനാൻ തോമസ് ആരോപിച്ചു. കാർഷിക മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണം മൂലം ഉണ്ടാകുന്ന നഷ്ടം നികത്തുവാനും വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കുവാനും വേണ്ട ഇടപെടൽ കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ പറ്റാത്തൊരു ബഡ്ജറ്റാണ്
ഇന്ന് കേന്ദ്രമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. റബ്ബർ കർഷകർ ഏറെ പ്രതീക്ഷയോടെയാണ്, പ്രത്യേകിച്ച് സാമ്പത്തികമായി നട്ടം തിരിയുന്ന കർഷകരെ കൈയേർത്ത് പിടിക്കും എന്ന് വലിയൊരു പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിലെയും കുട്ടനാട്ടിലെയും പാലക്കാട്ടെയും നെൽകർഷകർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യമാണ് നെല്ലിൻ്റെ തറവില ഉയർത്തണം എന്നുള്ളത്. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടില്ല. ഇത് തികച്ചും കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു ബഡ്ജറ്റാണ് കേന്ദ്രമന്ത്രി ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇടക്കാല ബഡ്ജറ്റ് കേരളത്തിലെ റബ്ബർ കർഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് കണ്ടതെങ്കിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് നിരാശയും അവഗണനയുമാണ് ഉണ്ടായതെന്ന് നൈനാൻ തോമസ് പറഞ്ഞു. എയിംസ് അനുവദിക്കാതിരുന്നത് കേരളത്തെ കേന്ദ്രം ചിറ്റമ്മ നയത്തോടെയാണ് കാണുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്ന കർഷകരുടെ ദീർഘകാലത്തെ ആവശ്യം അംഗീകരിക്കുവാൻ കേന്ദ്രം തയ്യാറാകണമെന്നും നൈനാൻ തോമസ് ആവശ്യപ്പെട്ടു. ചങ്ങനാശ്ശേരി കുറിച്ചിയിൽ വൻ കഞ്ചാവ് വേട്ട. 4 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. നാട്ടകം പോളച്ചിറക്കരയിൽ ഞാവക്കാട് ചിറയിൽ ഗിരീഷിനെയാണ് ചങ്ങനാശ്ശേരി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 4 കിലോ 100 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ബുധനാഴ്ച രാത്രി 10:30 ചങ്ങനാശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ TS പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം കുറിച്ചി പഞ്ചായത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനിടെ MC റോഡിൽ ഔട്ട്പോസ്റ്റിന് സമീപത്ത് വെച്ചാണ് ഗിരീഷിനെ പിടികൂടിയത്. ഇയാൾ കഞ്ചാവ് സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്നുവെന്ന് എക്സൈസ് സംഘം പറയുന്നു. ഒറീസയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് വാങ്ങി കേരളത്തിലെത്തിച്ച് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുകയായിരുന്നു ഉദ്ദേശമെന്നും സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തിവരികയാണെന്നും എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ TS സുരേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രവീൺ കുമാർ, അമൽ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിത്യ V മുരളി, ഡ്രൈവർ മനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ചങ്ങനാശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് പൊൻകുന്നം സബ് ജയിലിലാക്കി. ഹോം നഴ്സിംഗ് മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേരള വനിതാ കമ്മീഷൻ പബ്ലിക് ഹിയറിംഗ് നടത്തുന്നു. ഫെബ്രുവരി 4 രാവിലെ 10 പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലാണ് ഹിയറിംഗ്. ഹോം നഴ്സുമാരായി പ്രവർത്തിക്കുന്ന വനിതകളുടെ പ്രശ്നങ്ങൾ അവരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിനാണ് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിക്കുന്നത്. ഹിയറിംഗിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള ശുപാർശ വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും. ഹോം നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പബ്ലിക് ഹിയറിംഗിൽ പങ്കെടുക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത 25ാമത് ബൈബിൾ കൺവെൻഷൻ ഫെബ്രുവരി 14 മുതൽ 18 വരെ. ദിവസവും ഉച്ച കഴിഞ്ഞ് 3:30 മുതൽ രാത്രി 9 വരെ മെത്രാപ്പൊലിത്തൻ പള്ളിയിലാണ് കൺവെൻഷൻ. ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളി മൈതാനിയിൽ തയ്യാറാക്കുന്ന പന്തലിന്റെ കാൽനാട്ടുകർമ്മം നിർവഹിച്ചുകൊണ്ട് മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പൊലിത്ത കൺവെൻഷന്റെ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു. നമ്മുടെ സഭയിൽ കുർബാനയോട് ബന്ധപ്പെടുത്തി തന്നെ ചില അനൈക്യങ്ങളും അസ്വസ്ഥതകളും നടപാടുന്ന ഈ സാഹചര്യത്തിൽ പരിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂതാശയാണ് എന്നുള്ള ബോധ്യം ജനഹൃദയങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ഐക്യവും സ്നേഹവും സാഹോദര്യവും യാഥാർത്ഥ്യമാക്കുവാനും ഉള്ള നിയോഗവും ഈ ബൈബിൾ കൺവെൻഷനുണ്ട്. അതിനായി നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. നമ്മുടെ കൂടെ ആയിരിക്കുന്ന ലോകാവസാനം നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈശോയുടെ ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. അത് വചന പ്രഘോഷണത്തിലൂടെ അത് യാഥാർത്ഥ്യമാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കൺവെൻഷൻ ആരംഭം കുറിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൺവെൻഷനിലൂടെ നല്ല പ്രബോധനങ്ങൾ, ഈശോ ജീവിതകാലം മുഴുവൻ നല്ല പ്രബോധനം നൽകിയാണ്. ഈ വർഷത്തെ ബൈബിൾ കൺവെൻഷൻ പരിശുദ്ധ കുർബാനയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കുമെന്ന് ആർച്ച് ബിഷപ്പ് അറിയിച്ചു. 15,000 പേർക്ക് കൺവെൻഷനിൽ ഇരുന്ന് പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് പന്തലിന്റെ നിർമ്മാണം. പ്രശസ്ത വചന പ്രഘോഷകൻ ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിലാണ് കൺവെൻഷൻ നയിക്കുന്നത്. പന്തലിന്റെ കാൽനാട്ടുകർമ്മ ചടങ്ങിൽ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ, കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ, അപ്പസ്തോലിക് ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു. എടത്വ പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ പള്ളി ശതാബ്ദിയുടെ നിറവിലേക്ക്. 100 വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ ഫെബ്രുവരി 2 മുതൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 2 വൈകിട്ട് 4 എടത്വ സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ പൂർവികരെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ അർപ്പിച്ച ശേഷം
പച്ച ചെക്കിടിക്കാട് ലൂർദുമാത പള്ളിയിലേക്ക് ദീപശിഖ പ്രയാണം ആരംഭിക്കും. പള്ളിയുടെ അതിർത്തിയായ കൈതമുക്ക് ജംഗ്ഷനിൽ നിന്നും വിശ്വാസ സമൂഹം പങ്കുചേരുന്ന ആഘോഷമായ വിശ്വാസ പ്രദക്ഷിണ റാലിയും തുടർന്ന് ജൂബിലി പതാക ഉയർത്തലും നടക്കും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ ഡോക്ടർ ജോർജ് ആലഞ്ചേരിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും 1 വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും നടക്കും. ജൂബിലി സ്മാരകശില ആശീർവദിക്കൽ കർമ്മവും മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് നിർവഹിക്കും. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചെക്കിടിക്കാട് ലൂർദ് പള്ളിയുടെ കല്ലിട്ട തിരുനാളിൻ്റെ 100ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുക. എടത്തുവ പള്ളിയുടെ കുരിശുപള്ളിയായിരുന്നു പച്ച ചെക്കിടിക്കാട്. ഇന്ന് അത് ഹയർ സെക്കൻഡറി വരെ സ്കൂളുള്ള ഒരു വലിയ സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. 2ാം തീയതിയാണ് അതിൻ്റെ ആഘോഷ പരിപാടി ആരംഭിക്കുക. എടത്തുവ പള്ളിയിൽ നിന്ന് പൂർവികരുടെ സ്മരണയായി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് വലിയ ബഹുമാനപ്പെട്ട വൈക്കത്തുകാരൻ ഫിലിപ്പച്ചന് ദീപസഭ ഇവിടുത്തെ വികാരിക്ക് കൈമാറിക്കൊണ്ട് 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെ പച്ചപ്പള്ളിയിലേക്ക് വരുന്നതായിരിക്കും. സീറോ മലബാർ സഭയിലെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രമുഖ ദേവാലയങ്ങളിലൊന്നാണ് പച്ച ചെക്കിടിക്കാട് ലൂർദുമാത ദേവാലയം. 1925 ഫെബ്രുവരി 2-ന് അന്നത്തെ ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജേക്കബ് കല്ലറയ്ക്കലാണ് കല്ലിട്ട് പള്ളിപണി ആരംഭിച്ചത്. ദീർഘകാലം എടത്വ പള്ളിയുടെ കുരിശുപള്ളിയായിരുന്നു. പിന്നീട് സ്വതന്ത്ര ഇടവകയായി ഉയർത്തപ്പെട്ടു. ശതാബ്ദി ആഘോഷ പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജോസഫ് ചൂളപ്പറമ്പിൽ, കൺവീനർ മാത്യു സക്കറിയ നന്നാട്ടുമാലി, ജോയിന്റ് കൺവീനർമാർ എന്നിവർ പങ്കെടുത്തു. ചമ്പക്കുളം തേവലക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും കലശ മഹോത്സവത്തിനും തുടക്കമായി. ഫെബ്രുവരി 1 മുതൽ 8 വരെയാണ് പ്രധാന ചടങ്ങുകൾ. മഹോത്സവത്തിന്റെ ഭാഗമായി 108 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വിശേഷാൽ പൂജകളും നടക്കും. ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി ബുധനാഴ്ച വൈകിട്ട് 5:30-ന് മഠം മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹ ഘോഷയാത്ര ആരംഭിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്ര തേവലക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം വൈകിട്ട് 7-നായിരുന്നു ഭദ്രദീപ പ്രകാശനം. കല്ലമ്പള്ളി മഠം മേൽശാന്തി ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി പുതുമനയില്ലം എസ് ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫെബ്രുവരി 1 മുതൽ 8 വരെ നടക്കുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിന് ബ്രഹ്മശ്രീ പിരളിയില്ലം പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഭദ്രദീപ പ്രകാശന ചടങ്ങുകൾക്ക് ശേഷം യജ്ഞാചാര്യൻ ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തി. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി വേണ്ടതായിരിക്കുന്ന അറിവുകളൊക്കെ നമുക്കതിൽ നിന്ന് കിട്ടും. അങ്ങനെ മനുഷ്യനെ അറിവിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം. 7 ദിവസങ്ങൾ കൊണ്ട് ഇന്നലകളിൽ വരെ ഭക്തിയുടെ ഭാവത്തിൽ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നതിലൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ഒക്കെയുള്ള ഒരു പ്രേരണയാണ് സപ്താഹ യജ്ഞത്തിലൂടെ നമുക്ക് ഉണ്ടാകുന്നത്. അടുത്തു വരുന്ന 7 ദിവസം നമുക്ക് എല്ലാവർക്കും ചേർന്ന് വളരെ ഭംഗിയായിട്ട് ഈ മഹായജ്ഞം പൂർത്തീകരിക്കാൻ സാധിക്കണം. 108 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, സർപ്പപൂജ, സർവൈശ്വര്യ പൂജ, ദേശതാലപ്പൊലി, അന്നദാനം, കലാപരിപാടികൾ എന്നിവ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കും. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ VN ദിലീപ് കുമാർ, MK ഹരിദാസ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ PR ശ്രീശങ്കർ, KN രജനി എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5790 രൂപ, പവന് 46,320 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.